ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർദശോധ്യായം 40-ാമത്തെ ശ്ലോകം വരെടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കത് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർദശോധ്യായഃ. മൈത്രേയ ഉവാച ഭൃഗ്വാദയസ്തേ മുനയോ ലോകാനാം ക്ഷേമദർശിന ഗോപ്തിരസതി വൈ നൃണാം പശ്യന്ത പശുസാമ്യതാം വീരമാതരമാഹൂയ സുനീതാം ബ്രഹ്മവാദിന പ്രകൃത്യസമ്മതം വേനമഭ്യഷിഞ്ചൻ പതിം ഭുവഃ ശ്രുത്വാ നൃപാസനഗതം വേനമത്യുഗ്രശാസനം നിലില്യുർദസ്യ വസ്സദ്യ സർപ്പത്രസ്താ ഇവാഖവഃ സ ആരൂഢനൃപസ്ഥാന ഉന്നദ്ധോഷ്ടവിഭൂതിഭി അവമേനേ മഹാഭാഗാൻ സ്തബ്ധസംഭാവിതസ്വതഃ ഏവം മദാന്ധ ഉത്സിക്തോ നിരങ്കുശൈവ ദ്വിപഃ പര്യടൻ രഥമാസ്ഥായ കമ്പയന്നിവ രോദസി നയഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദ്വിജാ ക്വചിൽ ഇതിൽന്യവാരേദ്ധർമ്മം ഭേരീഘോഷേണ സർവശഃ വേനസ്യാവേക്ഷ്യ ദുർവൃത്തസ്യ വിജേഷ്ടിതം വിമൃശ്യ ലോകവ്യസനം കൃപയോജു സ്മ സത്രിണഃ അഹോ ഉഭയത പ്രാപ്തം ലോകസ്യ വ്യസനം മഹത് ദാരുണ്യഭയതോ ദീപ്ത ഇവ തസ്കരപാലയോഃ അരാജകഭയാദേശ കൃതോ രാജാ തദർഹണം തതോപ്യാസീദ്ഭയം തുദ്യ കഥം സ്യാത് സ്വസ്തി ദേഹിനാം അഹേരിവ പയപ്പോഷം പോഷകസ്യാപ്യനർത്ഥഭൃത് വേന പ്രകൃത്യേവം ഖലാ സുനീതാ ഗർഭസംഭവഃ നിരൂപിത പ്രജാപാല സജിഖാംസതി വൈ പ്രജാഃ തഥാപി സാന്ദ്വേ മാമും നാസ്മാം സ്ഥൽപാദകം സ്പൃശേത് ത്വദ്വിദ്വദ്ഭിരസദ്വൃത്തോ വേനോസ്മാഭി കൃതോ നൃപ സാന്ദ്വിതോ യതി നോ വാചം ന ഗൃഹീഷ്യത്യധർമ്മകൃത് ലോകധിക്കാരസന്ദഗ്ധം ദഹിഷ്യാമസ്വതേജസാ ഏവമധ്യവസായേനം മുനയോ ഗൂഢമന്യവഃ ഉപവ്രജ്യാബ്രുവൻ വേനം സാന്ദ്വയിത്വാ ച സാമഭിः മുനയ ഊജുഃ നൃപവർയനിബോധൈതദ്യത്തെ വിജ്ഞാപയാമ ഭോ ആയുശ്രീബലകീർത്തീനാം തവ താത വിവർദ്ധനം ധർമാചരിതപുംസാം വാങ്മനക്കായ ബുദ്ധിഭിः ലോകാൻ വിശോകാൻ വിതരത്യഥാനന്ദ്യം അസംഗിനാം സതേ മാ വിനശേദ്വീര പ്രജാനാം ക്ഷേമലക്ഷണഃ യസ്മിൻ വിനഷ്ടേ നൃപതിർ ഐശ്വര്യാദവരോഹതി രാജന്നസാധ്വമാത്യേഭ്യശ്ചോരാദിഭ്യഃ പ്രജാനൃപഃ രക്ഷന്യഥാ ബലിം ഗൃഹ്ണൻ ഇഹ പ്രേത്യ ച മോദത്തെ യസ്യ രാഷ്ട്രേ പുരേ ചൈവ ഭഗവാൻ യജ്ഞപൂരുഷഃ യുജ്യത്തെ സ്വേന ധർമ്മേണ ജനൈർവർണ്ണാശ്രമാൻ വിധൈഃ തസ്യ രാജ്ഞോ മഹാഭാഗഭഗവാൻ ഭൂതഭാവനഃ പരിതുഷ്യതി വിശ്വാത്മാ തിഷ്ഠതോ നിജശാസനേ തസ്മിൻ തുഷ്ടേ കിമപ്രാപ്യം ജഗദാമീശ്വരേശ്വരോ ലോകാഃ സപാലാഹ്യേതസ്മൈ ഹരന്തി ബലിമാദൃതാഃ തം സർവലോകാമരയജ്ഞസംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞൈർവിചിത്രൈർയജതോ ഭവായത്തെ രാജൻ സ്വദേശാനനുരോദ്ധുമർഹസി യജ്ഞേന യുഷ്മദ്വിഷയേ വിതായമാനേന സുരാക്കലാഹരേഃ സുഷ്ടാഃ സുതുഷ്ടാഃ പ്രതിശന്തി വാഞ്ചിതം തദ്ധേളനം നാർഹസി വീരചേഷ്ടിതും വേന ഉവാച ബാലിശാബതയൂയം വാ അധർമ്മേ ധർമ്മമാനിനഃ യേ വൃത്തിദം പതിം ഹിത്വാ ജാരം പതിമുപാസത്തെ അവജാനന്ത്യമീ മൂഢാ നൃപരൂപിണമീശ്വരം നാനുവിന്ദന്തി തേ ഭദ്രം ഇഹ ലോകേ പരത്ര ച കോ യജ്ഞപുരുഷോ നാമ യത്ര വോ ഭക്തിരീദൃശി ഭർതൃസ്നേഹവിദൂരാണാം യഥാചാരേ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുര്യമോ രവി പർജന്യോധനദ സോമ ക്ഷിതിരഗ്നിരപാംപതി ഏതേ ജാന്യേ ച വിബുധാ പ്രഭവോ വരശാപയോ ദേഹേ ഭവന്തി നൃപതേ സർവദേവമയോ നൃപഃ വേന തസ്മാന്മാം കർമ്മഭിർവിപ്രാ യജധ്വം ഗതമത്സരാः ബലിം ച മഹ്യം ഖരത മത്തോന്യഃ കോഗ്രഭുഃ പുമാൻ മൈത്രേയ ഉവാച ഇത്തം വിപര്യമതി
പാപീയാനുൽപഥം ഗതഃ അനുനീയമാനസ്തദ്യാൻസ്നാം ന ചക്രേ ഭ്രഷ്ടമംഗലഃ ഇതി തേ സത്കൃതാസ്തേന ദ്വിജാഃ പണ്ഡിതമാനിന ഭഗ്നായാം ഭവ്യയാഞ്ച്നായാം തസ്മൈ വിതുരചുക്രുധു ഹന്യതാമേഷ പാപപ്രകൃതിദാരുണഃ ജീവൻ ജഗദസാവാശു കുരുതേ ഭസ്മസാധ്രുവം നായമർഹത്യസദ്വൃത്തോ നരദേവപരാസനം യോധിയജ്ഞപതിം വിഷ്ണും വിനിന്ദത്യനപത്രപഃ കോ വൈനം പരിചക്ഷീത വേനമേകമൃതേ ശുഭം പ്രാപ്ത ഈദൃശമൈശ്വര്യം യദനുഗ്രഹഭാജനഃ ഇത്തം വ്യവസിതാ ഹന്തും ഋഷയോരൂഢമന്യവഃ നിജഘ്നുർഹുംകൃതൈർവേനം ഹതമച്യുതനിന്ദയാ ഋഷിഭിः സ്വാശ്രമപദം ഗതേ പുത്രകളേബരം സുനീതാപാലയാമാസ വിദ്യായോഗേന ശോചതി ഏകദാ മുനയസ്തേതു സരസ്വൽസലിലാപ്ലുതാः ഹുത്വാഗ്നീൻ സൽക്കഥാശ്ചക്രു ഉപവിഷ്ടാः സരിത്തടേ വീക്ഷ്യോത്ഥിതാൻ മഹോൽപാദാനാഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യുഭ്യോ ന ഭവേദ്ഭുവഃ ഏവം മൃശന്തഋഷയോ ധാവതാം സർവതോ ദിശം പാംസുസ്സമുത്ഥിതോ ഭൂരിശ്ചോരാണാം അഭിലുംബതാം തതുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംബതാം ഭർത്തര്യുപരതേ തസ്മിൻ അന്യോന്യം ച വിലുംബതാം ചോരപ്രായം ജനപദം ഹീനസത്വമരാജകം ലോകാന്നാവാരേൻ ശക്ത അപി തദ്ദോഷദർശിനഃ. 40ാമത്തെ ശ്ലോകം. ഇനി 41ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ബ്രാഹ്മണഃ സമദൃക്ശാന്തോ ദീനാനാം സമുപേക്ഷകഃ സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത്പയോ യഥാ. ബ്രാഹ്മണഃ സമദൃക്ശാന്തോ ദീനാനാം സമുപേക്ഷകഃ സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത്പയോ യഥാ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള അമംഗളങ്ങൾ അവിടെ ആ ഋഷീശ്വരന്മാർ കണ്ടു. അതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാർഗം എന്താണെന്ന് അവർ ചർച്ച ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ദുർനിമിത്തങ്ങളുടെ ഫലത്തെപ്പറ്റി ചിന്തിച്ചിരിക്കെ സർവത്ര തട്ടിപ്പറിച്ച് ഓടി നടക്കുന്ന ആ കൊള്ളക്കാരുടെ കാലടിയിൽപ്പെട്ട് പൊടിപടലം ദിക്കുകളിലെല്ലാം പരക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഈ അവസ്ഥ തുടർന്നാൽ വരുന്ന ആ വിപത്തിനെ പറ്റിയിട്ട് ബോധവാന്മാരായ അവർ അതിനെ തടയാതിരുന്നാലുള്ള ആ ദോഷവശത്തെപ്പറ്റി ചിന്തിച്ചു എന്ന് ആണ് ഈ തുടർന്ന് പറയുന്നത്. ആ രാജകത്വം കൊടികുത്തിയുമാണ് ആ അവസരത്തിൽ ആ അവസ്ഥയിൽ ആ ദസ്യുക്കൾ മുതലായ കൊള്ളയടിക്കുന്നു, പരസ്പരം കലഹിക്കുന്നു, കൊല്ലുന്നു, ലോകം കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ അവശരായവരെ പീഡ അനുഭവിക്കുന്നു. അങ്ങനെ മുനീശ്വരന്മാർക്ക് ഇതിനെ നേരിടാൻ കഴിവുണ്ട്. ഈ അവസ്ഥ തുടർന്നാൽ ഫലമെന്തെന്ന് അറിയുന്നവരുമാണ് അവർ. എങ്കിലും അവരതിനൊന്നും നിവാരണ മാർഗങ്ങൾ സ്വീകരിച്ചില്ല. വളരെ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം ആയതിനാലാണ് പെട്ടെന്ന് അവരൊന്നും തീരുമാനിക്കാതിരുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണ സമദൃക്ശാന്തോ ദീനാനാം സമുപേക്ഷ. ബ്രാഹ്മണർ സ്വതവേ സമദർശികളാണ്, എല്ലാവരെയും ഒരേപോലെ കാണുന്നവരാണ്, ശാന്തന്മാരാണ്. ദീനാനാം, അവർ ആ ദീനന്മാരെ ഉപേക്ഷിക്കാത്തവരാണ്. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്രവതേ ബ്രഹ്മ, അവരുടെ ആ ബ്രാഹ്മണ്യം തസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥ. ഉടഞ്ഞ പാത്രത്തിൽ നിന്നും പാല് എപ്രകാരമാണോ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നത്, അതുപോലെ അവർ സാധുക്കളെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാഹ്മണരുടെ ബ്രാഹ്മണ്യം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണ സമദൃക്ശാന്തോ ദീനാനാം സമുപേക്ഷക സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നഭാണ്ഡാത് പയോ യഥ. അതിലത്തെ പദങ്ങൾ ബ്രാഹ്മണൻ, സമദൃശ്യം ശാന്താഹ ശാന്തനും ആണ്, ദീനാനാം ദീനന്മാരിൽ സമുപേക്ഷക ഉദാസീനൻ ആയാൽ, ഇങ്ങനെയൊക്കെയുള്ള ആളെ ദീനന്മാരിൽ ഉദാസീനനായാൽ ഭിന്നഭാണ്ഡാത് ഉടഞ്ഞ പാത്രത്തിൽ നിന്നും പയ തഥാ
പാലപയ യഥാ പാലെന്ന പോലെ തസ്യ ബ്രഹ്മ അപി അവൻ്റെ ആ ബ്രാഹ്മണ്യവും സ്രവതേ ചോർന്നു പോകുന്നു. ഒന്നുകൂടി പറയാത്ത പദങ്ങൾ: ബ്രാഹ്മണ ബ്രാഹ്മണൻ, സമദൃക് സമദർശിയും, ശാന്താ ശാന്തനും ആണ്. ദീനാനാം ദീനന്മാരിൽ, സമുപേക്ഷക ഉദാസീനൻ അവൻ ദീനന്മാരിൽ ഉദാസീനനായാൽ, ഭിന്നഭാണ്ഡാൽ ഉടഞ്ഞ പാത്രത്തിൽ നിന്ന്, പയഹ യഥാ പാലെന്ന പോലെ, തസ്യ ബ്രഹ്മ അപി അവൻ്റെ ആ ബ്രാഹ്മണ്യവും ചോർന്നു പോകുന്നു. ഇതിലത്തെ അന്വയം വന്നിട്ട് ബ്രാഹ്മണ സമദൃക് ശാന്താ ദീനാനാം സമുപേക്ഷക ഭിന്നഭാണ്ഡാത് പയഃ യഥാ തസ്യ ബ്രഹ്മ അപി സ്രവത്തെ. എന്നുകൂടി പറയാം: ബ്രാഹ്മണ സമദൃക് ശാന്താ ദീനാനാം സമുപേക്ഷക ഭിന്നഭാണ്ഡാത് പയ യഥാ തസ്യ ബ്രഹ്മ അപി സ്രവത്തെ. അതായത് ബ്രാഹ്മണൻ സമദർശിയും ശാന്തനും ആണ്. ദീനന്മാരിൽ ഉദാസീനനായാൽ ആ ഉടഞ്ഞ പാത്രത്തിൽ നിന്നും പാലെന്ന പോലെ അവരുടെ ആ ബ്രാഹ്മണ്യവും ചോർന്നു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രാഹ്മണൻ സമദർശിയും ശാന്തനുമാണെങ്കിലും ദീനരെ രക്ഷിക്കാതിരുന്നാൽ ഉടഞ്ഞ കുടത്തിൽ നിന്നും പാൽ ചോർന്നു പോകുന്ന പോലെ ബ്രഹ്മണ്യവും ചോർന്നു പോകും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആയിട്ടിവിടെ വരുന്നത്. 41 ശ്ലോകം. വിശ്വനാഥ അല്ല, ഇവിടെ സമദർശിയാണെങ്കിലും ശാന്തനാണെങ്കിലും ബ്രഹ്മജ്ഞാനിയാണെങ്കിലും ദീനരെ രക്ഷിക്കാതെ ഉപേക്ഷിച്ചാൽ ആ ബ്രാഹ്മണൻ്റെ തപശക്തി പോലും പൊട്ടിയ കുടത്തിൽ നിന്ന് ജലം എന്ന പോലെ അല്ലെങ്കിൽ പാല് എന്ന പോലെ അത് ഒഴുകിപ്പോണു. വേഗം തന്നെ അത് ഒഴുകിപ്പോവാണ് ചെയ്യണത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ എങ്ങും ധൂളി പൊങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ശാസ്താവായിരിക്കുന്ന വേനൻ്റെ ആ മരണം നിമിത്തം നിർഭയന്മാരായിരിക്കുന്ന ചോരന്മാർ ലോകത്തിലുള്ളവരുടെ ധനം കവർച്ച ചെയ്യുവാനായിട്ട് സഞ്ചരിക്കുകയാണെന്നും ജനങ്ങൾ ഓരോരുത്തരും മറ്റോരോരുത്തരെ ഹിംസിപ്പാനും കൊള്ളയടിക്കാനുമുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇതെന്നും ലോകത്തിൽ കൊള്ളക്കാർ അധികരിച്ചിരിക്കുന്നുവെന്നും ആ സ്വപ്രാണനെയും സ്വന്തം ധനത്തെയും സംരക്ഷിപ്പാൻ ധൈര്യമുള്ളവർ കുറഞ്ഞിരിക്കുന്നുവെന്നും ആകപ്പാടെ ലോകം അരാജകത്വം ആയതുകൊണ്ട് ആ മര്യാദയില്ലാത്തതായി തീർന്നിരിക്കുന്നുവെന്നും ആ മുനിമാരറിഞ്ഞു. ഇപ്രകാരം ആ മര്യാദയെ അതിക്രമിച്ച് നടക്കുന്നവരെ സംഹരിപ്പാൻ തങ്ങൾ ശക്തന്മാരാണെങ്കിലും അവരത് ചെയ്തില്ല. തങ്ങൾ രാജ്യപരിപാലനത്തിൽ ഏർപ്പെടുന്നവരല്ല, താപസന്മാരാണെന്നുള്ള സ്ഥിതിക്ക് ആ ലോകപരിപാലനത്തിൽ ഏർപ്പെടുന്നത് സ്വധർമ്മത്തെ തെറ്റി നടക്കുന്ന രീതിയാണെന്ന് കണ്ടതുകൊണ്ട് ആ ദുർജനങ്ങളെ ഹിംസിക്കുന്നതിൽ അവർ ഏർപ്പെട്ടില്ല. എന്നാൽ ആ സംഗതിയിൽ നിന്നും അവർ തീരെ പിൻവാങ്ങിയതും ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആ ആലോചന ഇപ്രകാരമായിരുന്നു: വർണ്ണവിഭാഗത്തിൽ വെച്ച് ബ്രാഹ്മണൻ ഉത്തമൻ, എങ്ങും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന സമസ്തമായ ആ ബ്രഹ്മത്തെ എല്ലാറ്റിലും കാണുന്നവനായതുകൊണ്ട് ആ ക്രിയ കൊണ്ടും ഉത്തമൻ, ഒരു വിഷയത്തിലും ആസക്തിയില്ലാതെ ശാന്തൻ ആയതുകൊണ്ട് ആ സ്വഭാവം കൊണ്ടും ആ ബ്രാഹ്മണൻ ഉത്തമൻ. ഇത്രയും ഗുണമുള്ളവൻ ദുഃഖിതന്മാരുടെ ദുഃഖനിവൃത്തി വരുത്തുന്നതിൽ ഉദാസീനനായിരുന്നതിനാൽ അവൻ്റെ ആ ബ്രഹ്മതേജസ് ചെറിയ ദ്വാരങ്ങളുള്ള പാത്രത്തിൽ നിന്നും ജലം ക്രമത്തിൽ ചോർന്നു പോകുന്നത് പോലെ നശിക്കും എന്നുള്ള വിചാരത്താൽ ആ ലോകത്തെ ഉപദ്രവിക്കുന്നവരെ അടക്കുന്നതിൽ ഏർപ്പെടാതിരിപ്പാനും
തരമില്ലെന്നുള്ള വിചാരമാണ് അവർക്ക് ഉണ്ടായത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. നമുക്ക് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഏവം വിചാരയന്തഃ, ഇപ്രകാരം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിചാരന്തഃ സ്ഥിതാഹ, അവരവിടെ സ്ഥിതി ചെയ്യുമ്പോൾ ഋഷിമാർ തഥാ സർവതോദിശം, അവിടെ എല്ലായിടത്തും അധാവതാം, ഇങ്ങനെ ചൗരാണാം രജഃ, ചോരന്മാരുടെ രജസ്, പാദധൂളി, പാദത്തിൽ നിന്നും ഉയരുന്ന പൊടിപടലങ്ങൾ അവിടെ എല്ലായിടത്തും പരന്നു. ധാവതാം രജഃ സമുത്ഥിതം, അതിങ്ങനെ പൊന്തിപ്പറക്കണ കണ്ടു. തഥാ ഘനം തഥാ ധനം ലുംപത, തസ്യ തഥാ ധനം ലുംപത തഥാ ചൗരപ്രായം അരാജക, ആ അരാജകത്വം വന്നു എന്നുള്ളതൊക്കെ ഇത് ഇന്നലെ പറഞ്ഞതാണ്. കഴിഞ്ഞ ഇതിലത്തെ വ്യാഖ്യാനമായിട്ട് പറഞ്ഞതാണ്. അരാജകം ഹീനസത്വം ദേശം ജ്ഞാത്വ ലുംപതോ ലോകാന്ന വാരയാമാസു. അപ്പോൾ അടുത്ത ഇതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് സമദൃക്, സമദർശികളും ശാന്തോ, ശാന്തന്മാരുമായിരിക്കുന്ന ബ്രാഹ്മണോപി, ആ ബ്രാഹ്മണന്മാർക്ക് കൂടി, ബ്രാഹ്മണർ കൂടി ദീനാനാം ഉപേക്ഷകോ, ദീനന്മാരെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീനാനാം ഉപേക്ഷകോ ഭവേത്, അവർ എന്തായി ഭവിക്കും? ഭവേത് ഭവേത് തർഹി തസ്യ തപഃ സ്രവന്തി, അവരുടെ തപസ് അവിടെ സ്രവിച്ചു പോകണു, ആ ബ്രാഹ്മണ്യം അവരുടെ അവിടെ ഇല്ലാതെയായി പോകണു എന്നുള്ളതാണ് ഇതിലത്തെ ഇതുമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. സമദൃക് ശാന്ത ബ്രാഹ്മണോപി ദീനാനാം ഉപേക്ഷകോ ഭവേത് തർഹി തസ്യ തപഃ സ്രവതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനമായിട്ട്. അപ്പോൾ സമദൃക്, സമദർശികളും ശാന്തന്മാരും പിന്നെ ആയിട്ടുള്ള ബ്രാഹ്മണോപി, ബ്രാഹ്മണർ കൂടി ദീനാനാം ഉപേക്ഷകോ, ദീനന്മാരെ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭവേത്, അവർ തർഹി, അവരുടെ തസ്യ തപഃ, അവരുടെ തപസ് അവിടെ സ്രവതി, അവിടെ സ്രവിച്ചു പോകണു, ചോർന്നു പോകുന്നു എന്നർത്ഥം. ഒന്നുകൂടി പറയാൻ എന്താ വ്യാഖ്യാനം പറഞ്ഞതെന്നുള്ള. സമദൃക് ശാന്തോ ബ്രാഹ്മണോപി ദീനാനാം ഉപേക്ഷകോ ഭവേത് തർഹി തസ്യ തപഃ സ്രവതി. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 42ാമത്തെ ശ്ലോകം. നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാ ഹി നൃപാ വംശേസ്മിൻ കേശവാശ്രയാഃ. നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതും അർഹതി അമോഘവീര്യാ ഹി നൃപാ വംശേസ്മിൻ കേശവാശ്രയാഃ. രാജർഷി ആയിരിക്കണ അങ്കൻ, ഇങ്ങനെ ആ വംശം അന്യം നിന്ന് പോകാൻ, ആ അങ്കൻ്റെ വംശം അന്യം നിന്ന് പോകാൻ പാടില്ല. അംഗസ്യ വംശോ, അംഗസ്യ വംശം ന രാജർഷേരേഷ, രാജാവില്ലാതെ കണ്ട് രാജർഷിയായിരിക്കുന്ന എന്നാണ്. രാജർഷിയായിരിക്കുന്ന അങ്കൻ്റെ വംശം സംസ്ഥാതും അർഹസി, ഏഷ വംശഃ സംസ്ഥാതും, അന്യം നിന്നു പോകാൻ പാടില്ല. അമോഘവീര്യാഹി നൃപ വംശേസ്മിൻ കേശവാശ്രയേ. കാരണം ഈ വംശത്തിൽ രാജാക്കന്മാർ ഭഗവത് ഭക്തരും അതുപോലെ വ്യർത്ഥമാകാത്ത വീര്യം ഉള്ളവരുമാണ്. അമോഘവീര്യാഹി നൃപ ഇവരുടെ വംശത്തിൽ, ഈ വംശത്തിൽ അമോഘവീര്യന്മാരായിട്ടുള്ള രാജാക്കന്മാരും കേശവാശ്രയെ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നവരുമാണ്, വീരന്മാരുമാണ്.
അതുകൊണ്ട് അങ്കൻ്റെ ആ വംശം ഒരിക്കലും അന്യം നിന്ന് പോകാൻ പാടില്ല എന്ന് ഈ ബ്രാഹ്മണർ തീരുമാനിക്കുകയാണ്. നാംഗസ്യ വംശോ രാജർഷേരേഷ സംസ്ഥാതുമർഹതി അമോഘവീര്യാഹി നൃപ വംശേസ്മിൻ കേശവാശ്രയാ. അപ്പോൾ രാജർഷേഹേ രാജർഷിയായിരിക്കുന്ന അംഗസ്യ രാജർഷേഹേ രാജർഷിയായിരിക്കുന്ന അംഗസ്യ അംഗൻ്റെ ഏഷവംശ ഈ വംശം സംസ്ഥാതും അന്യം നിന്ന് പോകാൻ ന അർഹതി പാടില്ല. ഹി കാരണം തസ്മിൻ വംശേ ഈ വംശത്തിലെ നൃപാഹ രാജാക്കന്മാർ കേശവാശ്രയാഹ ഭഗവത് ഭക്തന്മാരും അമോഘവീര്യാഹ വ്യർത്ഥമാകാത്ത വീര്യത്തോടു കൂടിയവരും വീര്യമുള്ളവരും ആയിരുന്നു. എന്നുകൂടി പറയാം. രാജർഷിയായിരിക്കുന്ന അംഗസ്യ രാജർഷിയായിരിക്കുന്ന അംഗൻ്റെ ഏഷവംശ ഈ വംശം സംസ്ഥാതും അന്യം നിന്ന് പോകാൻ ന അർഹതി പാടില്ല. ഹി കാരണം അസ്മിൻ വംശേ ഈ വംശത്തിലെ നൃപാഹ രാജാക്കന്മാർ ആശ്രയാഹ ഭഗവാനെ ആശ്രയിക്കുന്നവരും അമോഘവീര്യാഹ വ്യർത്ഥമാകാത്ത വീര്യത്തോടു കൂടിയവരും ആയിരുന്നു. ഇതിൽ തന്വയം വന്നിട്ട് രാജർഷേഹേ അംഗസ്യ ഏഷഃ വംശഃ സംസ്ഥാതും ന അർഹതി. ഹി അസ്മിൻ നൃപാ കേശവാശ്രയാഹ അമോഘവീര്യാഹ. എന്നുകൂടി പറയാം. രാജർഷേഹേ അംഗസ്യ ഏഷവംശഃ സംസ്ഥാതും ന അർഹതി. ഹി തസ്മിൻ നൃപാ കേശവാശ്രയാഹ അമോഘവീര്യാഹ. രാജർഷിയായിരിക്കുന്ന അംഗൻ്റെ ഈ വംശം അന്യം നിന്ന് പോകാൻ പാടില്ല. കാരണം ഈ വംശത്തിലെ രാജാക്കന്മാർ ഭഗവത് ഭക്തന്മാരും വ്യർത്ഥമാകാത്ത ആ വീര്യം ഉള്ളവരും ആയിരുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീഹരിയെ ആശ്രയിച്ച രാജർഷിയായിരിക്കുന്ന അംഗൻ്റെ ഈ വംശം നശിക്കാൻ അനുവദിച്ചുകൂടാ. ശ്രീഹരിയെ ആശ്രയിച്ചവരായ ഈ വംശത്തിലെ രാജാക്കന്മാരെല്ലാം വേനനൊഴികെ പറയുന്നത് മഹായോഗ്യന്മാരും വീരന്മാരും ആയിരുന്നുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ രാജർഷിയായിരിക്കുന്ന അംഗൻ്റെ ഈ വംശം നശിക്കാൻ പാടുള്ളതല്ല. ഈ വംശത്തിൽ മഹാവീരന്മാരും ഭഗവാനെ ആശ്രയിച്ചവരുമായിരിക്കുന്ന അനേകം രാജർഷിമാർ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നാൽ രാജ്യത്തിൽ അന്യനായ ഒരുവനെ രാജാവാകാൻ നിശ്ചയിപ്പാനും അവർക്ക് മനസ്സ് ഉണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ ആ സംഗതിയിൽ അവരുടെ വിചാരം ഇപ്രകാരം ആയിരുന്നു. രാജർഷിയായിരിക്കുന്ന അംഗരാജാവിൻ്റെ വംശം തീരെ നശിച്ചു പോകുന്നത് ലോകശ്രേയസ്സിന് ഹാനികരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വംശത്തിൽ ശ്രീനാരായണ പാദാശ്രിതന്മാരായിരിക്കുന്ന പ്രിയവ്രതൻ, ഉത്താനപാദൻ, ധ്രുവൻ മുതലായിരിക്കുന്ന മഹാരാജാക്കന്മാരുടെ പരാക്രമം അമോഘമായിരുന്നു എന്നില്ലയോ? അങ്ങനെ ആ മഹാപരാക്രമശാലികളായിരിക്കുന്ന അവരുടെ വംശ വിച്ഛിത്തി വരുത്തുന്നതും ശ്രേയസ്കരമല്ല എന്നവർ ചിന്തിക്കുകയാണ്. ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് അഹോ അയമംഗസ്യ വംശോ, അതുകൊണ്ട് ഈ അംഗൻ്റെ വംശം നാശം പ്രാപ്തം നാർഹതി, നശിക്കാൻ പാടില്ല. ഋഷിമാർ ഏവം നിശ്ചിത്യ, ഇവരിങ്ങനെ നിശ്ചയിച്ചിട്ട് ഋഷിമാരിങ്ങനെ നിശ്ചയിച്ചു. അതുകൊണ്ട് അഹോ അയം അംഗസ്യ, ഈ അംഗൻ്റെ വംശോ അഹോ അയം അംഗസ്യ വംശോ നാശം പ്രാപ്തും നാർഹതി, നശിക്കാൻ അനുവദിക്കില്ല. അഹോ അയം അംഗസ്യ, ഈ അംഗൻ്റെ വംശം, അയം അംഗസ്യ വംശവും നാശം, അതിൻ്റെ നാശം പ്രാപ്തമാക്കുക എന്നുള്ളത് നാർഹതി, അത് അർഹിക്കുന്നില്ല. നശിക്കണം എന്നുള്ളത് അർഹിക്കുന്നതല്ല അംഗൻ്റെ വംശം എന്നർത്ഥം. പല നല്ല നല്ല രാജാക്കന്മാരും അതിലുണ്ടായിരുന്നുകൊണ്ട് മുഴുവനായിട്ടും ആ അംഗൻ്റെ ആ വംശം ഇല്ലാതെയാക്കാൻ പാടില്ല എന്നുള്ളതാണ് ബ്രാഹ്മണരുടെ അഭിപ്രായം. അഹോ അയം അംഗസ്യ വംശോ നാശം പ്രാപ്തും നാർഹതി ആണ് 42ാമത്തെ ശ്ലോകത്തിൽ പറയും. 43ാമത്തെ ശ്ലോകം നോക്കാം. വിനിശ്ചിത്തെ, ഇപ്രകാരം നിശ്ചയിച്ചിട്ടെന്നർത്ഥം.
വിനിശ്ചിത്യൈവ ഋഷയോ, ഇപ്രകാരം ആ ഋഷിമാർ നിശ്ചയിച്ചിട്ട് വിപന്നസ്യ മഹീപതേ, മരിച്ച ആ മഹീപതേ, ആ മരിച്ച ആ രാജാവിൻ്റെ മമന്ധുരൂരും, രാജാവിൻ്റെ ഊരുക്കൾ, തരസ മമന്ധുരൂരും, ആ രാജാവിൻ്റെ ഊരുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരഭാഗം, ഊരും തരസ പെട്ടെന്ന് എന്ത് ചെയ്തു, ഊരും തരസ പെട്ടെന്ന് തന്നെ തത്രാസിയിൽ മമന്ധുഹു എന്ന് പറഞ്ഞാൽ മഥനം ചെയ്തു, അതിനെ മഥനം ചെയ്ത് തത്ര അവിടെ ബാഹുകഹ കുറിയവനായിരിക്കുന്ന ഒരാൾ, നരഹ ബാഹുകഹ തത്ര ആസിൽ അവിടെ ആവിർഭവിച്ചു, ബാഹുകോ നരഹ ഒരു കുറിയ മനുഷ്യൻ അവിടെ ഉണ്ടായി. ആ മരിച്ച വേനൻ്റെ ശരീരത്തെ മഥനം ചെയ്തപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ കുറിയ മനുഷ്യൻ അവിടെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇത് ചെയ്തത് ആ ബ്രാഹ്മണരാണ്. അപ്പോൾ വിനിശ്ചിത്യൈവ ഋഷയോ വിപന്നസ്യ മഹീപതേ, അങ്ങനെ നിശ്ചയിച്ചിട്ട് ഋഷിമാർ ആ മരിച്ച വിപന്നസ്യ എന്ന് പറഞ്ഞാൽ ആ മരിച്ച മഹീപതേ, ആ രാജാവിൻ്റെ വേനൻ്റെ മമന്ധുരൂരും ആ ഊരുക്കളെ മഥനം ചെയ്തു, തരസ പെട്ടെന്ന് തത്രാസിൽ അവിടെ പെട്ടെന്ന് അവിടെ ബാഹുകോ ഒരു കുറിയ മനുഷ്യൻ, ബാഹുകോ നര കുറിയ മനുഷ്യൻ അവിടെ ആസീത് ആവിർഭവിച്ചു ഉണ്ടായി. പദങ്ങളെ ഏവം ഇപ്രകാരം വിനിശ്ചിത്യ തീരുമാനിച്ച് ഋഷയ ഋഷിമാർ വിപന്നസ്യ മരിച്ച മഹീപതേഹേ രാജാവിൻ്റെ ഊരും, ഊരുക്കളെന്ന് പറഞ്ഞാൽ തുട എന്നാണ് അവിടെ അർത്ഥം ചെയ്തത്. ആ തുടയെ തരസ പെട്ടെന്ന് മമന്ധു മഥനം ചെയ്തു, തുട എന്നാണ് അർത്ഥം. മമന്ധു മഥനം ചെയ്തു. അവിടെ ബാഹുകഹ ഒരു കുറിയവനായിരിക്കുന്ന നരഹ ഒരാൾ ആസീത് ഉണ്ടായി. എന്നുകൂടി പറയാത്ത പദങ്ങളെ ഏവം ഇപ്രകാരം വിനിശ്ചിത്യ തീരുമാനിച്ച് ഋഷയ ഋഷികൾ വിപന്നസ്യ മരിച്ച മഹീപതേഹേ രാജാവിൻ്റെ ഊരും തുട തരസ പെട്ടെന്ന് മമന്ധുഹു മഥനം ചെയ്തു. തത്ര അവിടെ ബാഹുകഹ കുറിയവനായിരിക്കുന്ന നരഹ ഒരാൾ ആസീത് ഉണ്ടായി. തന്മയം വന്നിട്ട് ഏവം വിനിശ്ചിത്യ ഋഷയ വിപന്നസ്യ മഹീപതേഹേ ഊരും തരസാ മമന്ധുഹു തത്ര ബാഹുകഹ നരഹ ആസീത്. കൂടി പറയാം. ഏവം വിനിശ്ചിത്യ ഋഷയ വിപന്നസ്യ മഹീപതേഹേ ഊരും തരസാ മമന്ധുഹു തത്ര ബാഹുകഹ നരഹ ആസീത്. ഇപ്രകാരം തീരുമാനിച്ച് ആ ഋഷികളെ മരിച്ച ആ രാജാവിൻ്റെ തുടകളെ പെട്ടെന്ന് തന്നെ മഥനം ചെയ്തു. അങ്ങനെ അവിടെ ഒരു കുറിയതായിരിക്കുന്ന മനുഷ്യൻ അവിടെ ഉണ്ടായി. ഋഷിമാർ ഇങ്ങനെ തീരുമാനിച്ച ആ മരിച്ച വേനൻ്റെ തുടകൾ ശക്തിപൂർവം കടഞ്ഞു. അവിടെ അപ്പോൾ ഉയരമില്ലാത്ത ഒരാൾ ഉണ്ടായി. ഈശ്വരേച്ഛയും മേലിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെയും ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുവാൻ ശക്തന്മാരായിരിക്കുന്ന ഋഷികൾ ഇപ്രകാരം നിശ്ചയിച്ചിട്ട് ഈശ്വരേച്ഛയാ മാതാവായ ആ സുനീതയാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന ആ വേനരാജാവിൻ്റെ മൃതശരീരത്തിൽ ആ അധോഭാഗത്തെ തുടയെ അപ്പോൾ അതിൽ നിന്ന് ആ രാജാവിനെ ആശ്രയിച്ചിരിക്കുന്ന പാപാംശം ചെറിയ ഒരു മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടു എന്നർത്ഥം. അവിടെ പ്രത്യക്ഷമായി എന്നർത്ഥം. ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് എന്താ നോക്കാം. ഋഷയ ഏവം ഋഷിമാർ ഇപ്രകാരം നിശ്ചയിച്ചിട്ട് രാജഭവനത്തിൽ പോയി. രാജഭവനം ഗത്വ മൃതവേനദേഹസ്യോരും ആ മരിച്ച വേനൻ്റെ ദേഹത്തിൻ്റെ ഊരുഭാഗങ്ങൾ തുടഭാഗം മമന്ധുഹു അതിന് മമന്ധുഹു തസ്മാത് കാകകൃഷ്ണോ. അപ്പോൾ അവിടെ ഒരു കാകകൃഷ്ണ ഒരു കുറിയവനായിരിക്കുന്ന ഒരു ബാഹുകൻ, ഹ്രസ്വാംഗോ കുറിയവനായിരിക്കുന്ന ഒരു മഹാഹനുർ ലഘുപാദേ ബാഹുഹു
അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു കുറിയ മനുഷ്യൻ അവിടെ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഋഷയഃ ഏവം നിശ്ചിത്യ രാജഭവനം ഗത്വാ മൃതവേന ദേഹസ്യോരു മമന്തുഹു. അപ്പോൾ ഇപ്രകാരം ആ ഋഷിമാർ രാജഭവനത്തിൽ പോയിട്ട് മരിച്ച വേനൻ്റെ ദേഹത്തിൻ്റെ ആ ഊരുഭാഗങ്ങൾ, തുടഭാഗങ്ങൾ മഥനം ചെയ്തു. അപ്പം അതിൽ നിന്നും ഒരു ഹ്രസ്വാങ്കനായിരിക്കുന്ന, കുറിയവനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ചെറിയ മനുഷ്യൻ ജാതനായി ആസീത്, അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞു. അത് വേനൻ്റെ ആ പാപാംശമായിരുന്നു. ഋഷേഹ ഏവം നിശ്ചിത്യ രാജഭവനം ഗത്വാ മൃതവേന ദേഹസ്യോരും മമന്തുഹു. അപ്പം അടുത്ത ശ്ലോകത്തിൽ നോക്കാം ബാക്കി ഭാഗങ്ങൾ. കാകകൃഷ്ണോ, ഒരു ചെറിയ ആളുണ്ടായിരുന്നു. എങ്ങനെയുള്ള ആളായിരുന്നു? കാകകൃഷ്ണ, കാക്കയെ പോലെ കറുത്ത. അതിഹ്രസ്വാംഗോ, കുറിയവൻ, കുള്ളനായിരുന്നു. ഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർ, ചെറിയ കൈകളുള്ള ആളായിരുന്നു. മഹാഹനുഹു, വലിയ അതെ, ഹ്രസ്വബാഹു, ഹ്രസ്വപാത്, കുറിയ കാലുള്ളവൻ. അതുപോലെ മഹാഹനു, വീർത്ത കവിള്, ചീർത്ത കവിളുള്ള ആളായിരുന്നു. മഹാഹനു ഹ്രസ്വാപാൻ നിമ്നനാസാഗ്രോ, കുഴിഞ്ഞ മൂക്കുള്ള ആൾ. നിമ്നനാസാഗ്രോ രക്താക്ഷം, ചുവന്ന കണ്ണുള്ള ആൾ. രക്താക്ഷസ്താമ്രമൂർധജ, ചെമ്പൻ മുടിയുള്ള ആളായിരുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടായിരിക്കുന്ന ആളുടെ സ്വരൂപമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കാകകൃഷ്ണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കയെ പോലെ കറുത്തതും, കാകകൃഷ്ണോതിഹ്രസ്വാംഗോ, വളരെ കുറിയ ഒട്ടും പൊക്കമില്ലാത്ത കുള്ളനായിരിക്കുന്ന ആൾ. ഹ്രസ്വബാഹുർ, ചെറിയ കുറ്റിക്കൈകൾ പോലെയുള്ള കൈകളുള്ള ആൾ. മഹാഹനു, വീർത്ത കവിളുള്ള ആൾ. ഹ്രസ്വപാത് എന്ന് പറഞ്ഞാൽ കുറിയ പാദമുള്ള ആൾ. ഹ്രസ്വപാത് നാസാഗ്രോ, കുഴിഞ്ഞ മൂക്കുള്ള ആൾ. രക്താക്ഷം, ചുവന്ന കണ്ണുള്ള ആൾ. താമ്രമൂർധജ, ചെമ്പൻ മുടി ഉള്ള ആൾ. താമ്രമൂർധജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പൻ മുടിയുള്ളതായിരുന്നു ആ വേഷം. ഒന്നുകൂടി പറയാം. കാകകൃഷ്ണോതിഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർ മഹാഹനു ഹ്രസ്വാപാൻ നിമ്നനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജ. അതിലത്തെ പദങ്ങൾ: കാകകൃഷ്ണ, കാക്കയെ പോലെ കറുത്തും. അതിഹ്രസ്വാംഗ, ഒട്ടും പൊക്കമില്ലാതെയും. ഹ്രസ്വബാഹു, കുറിയ കൈ ഉള്ളവനും. ഹ്രസ്വപാത്, കുറിയ കാലുള്ളവനും. മഹാഹനുഹു, വീർത്ത കവിൾ ഉള്ളവനും. നിമ്നനാസാഗ്രഹ, കുഴിഞ്ഞ മൂക്ക്. രക്താക്ഷ, ചുവന്ന കണ്ണ്. താമ്രമൂർധജ, ചെമ്പൻ മുടി. ഇങ്ങനെയൊക്കെയായിരുന്നു ആ കുറിയ മനുഷ്യൻ്റെ രൂപം. ഒന്നുകൂടി പറയാം. കാകകൃഷ്ണ, കാക്കയെപ്പോലെ കറുത്തും. അതിഹ്രസ്വാംഗ, ഒട്ടും പൊക്കമില്ലാത്തവനായിട്ടും. ഹ്രസ്വബാഹു, കുറിയ കൈ. ഹ്രസ്വപാത്, കുറിയ കാൽ. മഹാഹനുഹു, വീർത്ത കവിൾ. നിമ്നനാസാഗ്രഹ, കുഴിഞ്ഞ മൂക്ക്. രക്താക്ഷ, ചുവന്ന കണ്ണ്. താമ്രമൂർധജ, ചെമ്പൻ മുടി. ഇങ്ങനെയായിരുന്നു ആളുടെ വേഷം. അപ്പോൾ ഇത് അന്വയം വന്നിട്ട്: കാകകൃഷ്ണ അതിഹ്രസ്വാംഗ ഹ്രസ്വബാഹു ഹ്രസ്വപാത് മഹാഹനുഹു നിമ്നനാസാഗ്രഹ രക്താക്ഷ താമ്രമൂർധജ. എന്നുകൂടി പറയാം. കാകകൃഷ്ണ അതിഹ്രസ്വാംഗ ഹ്രസ്വബാഹു ഹ്രസ്വപാത് മഹാഹനുഹു നിമ്നനാസാഗ്രഹ രക്താക്ഷ താമ്രമൂർധജ. ഇങ്ങനെയായിരുന്നു. കാക്കയെപ്പോലെ കറുത്തും ഒട്ടും പൊക്കമില്ലാതെയും. കുറിയ കൈ, കുറിയ കാൽ, വീർത്ത കവിൾ, കുഴിഞ്ഞ മൂക്ക്, ചുവന്ന കണ്ണ്, ചെമ്പൻ മുടി. ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഭാഷ. കാക്ക പോലെ കറുത്തവനും നീളം കുറഞ്ഞ അംഗങ്ങളോട് കൂടിയവനും ചെറിയ കൈകളും വലിയ കവിൾത്തടവും ചെറിയ കാലുകളും പതിഞ്ഞ മൂക്കുമുള്ളവനും ആയിരുന്നു അവൻ.
വേനൻ്റെ അദോഷാംശത്തിൽ നിന്ന് ജനിച്ചതായിരിക്കുന്ന ആ മനുഷ്യൻ്റെ സ്വരൂപത്തെ വിവരിക്കുകയാണ്. കാക്കയെ പോലെ കറുത്ത ശരീരം, ഉയരം നന്നേ ചുരുക്കം, നീളം കുറഞ്ഞ കൈകൾ, തടിപ്പുള്ള തലമുടി, എല്ലുകൾ, കുറിയ കാലുകൾ, ചുവന്ന കണ്ണുകൾ, ചെമ്പിച്ച തലമുടി, ഇപ്രകാരം ആണ് അവൻ്റെ ആകൃതിയുടെ വിശേഷം. അതാണ് ഇവിടെ പറയുന്നത്. തസ്മാത്, അതിൽ നിന്നും കാകകൃഷ്ണോ, കറുത്ത നിറത്തിലുള്ള ഹ്രസ്വാംഗോ, ഒരു ഉള്ളനായിരിക്കണ, മഹാഹനു, വലിയ വീർത്ത കവിളുള്ള, ലഘുപാദ, ചെറിയ പാദങ്ങളുള്ള, ബാഹു, ചെറിയ പാദങ്ങളും കൈകളും ഉള്ള, രക്താക്ഷ, ചുവന്ന കണ്ണുകളുള്ള, താമ്രമൂർധജ, ചെമ്പൻ തലമുടിയുമുള്ള, പുരുഷ, ഒരു പുരുഷൻ, പ്രാദുരഭുൾ, അവിടെ പ്രാദുർഭവിച്ചു. ഒന്നും കൂടി പറയാം. തസ്മാത് കാകകൃഷ്ണോ, അതിൽ നിന്നും ഒരു കാക്കയെപ്പോലെ കറുത്ത, ഹ്രസ്വാംഗ, കുറിയവനായ, മഹാഹനുഹുർ, വലിയ കവിൾത്തടമുള്ള, ലഘു പാദബാഹു, ചെറിയ പാദങ്ങളും കൈകളും ഉള്ള, രക്താക്ഷ, ചുവന്ന കണ്ണുകളോടുകൂടിയ, താമ്രമൂർധ, ചെമ്പൻ തലമുടിയുള്ള, പുരുഷ, ഒരു പുരുഷൻ, പ്രാദുരഭൂൽ, അവിടെ ഉത്ഭവിച്ചു. അപ്പോൾ തസ്മാത് കാകകൃഷ്ണോ ഹ്രസ്വാംഗോ മഹാഹനുർ ലഘുപാദ ബാഹു രക്താക്ഷസ് താമ്രമൂർധജ പുരുഷ പ്രാദുരഭൂത് ഉള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്നത്. അപ്പോൾ ആ മനുഷ്യൻ കാക്കയെപ്പോലെ കറുത്തവനും കുറിയ അവയവങ്ങളോട് കൂടിയവനുമായിരുന്നു. കുറിയ കൈകൾ, വല്ലാതെ വീർത്ത കവിൾത്തടം, കുറിയ കാലുകൾ, കുഴിഞ്ഞ മൂക്ക്, രക്തനേത്രങ്ങൾ, ചെമ്പിച്ച തലമുടി എന്നിവയാൽ വികൃത സ്വരൂപിയായിരുന്നു. ഇവയെല്ലാം സാമുദ്രിക ശാസ്ത്രപ്രകാരം ഈ ലക്ഷണങ്ങളൊക്കെ ദുർലക്ഷണങ്ങളാണ്. വേനൻ്റെ വലത്തെ തുടയാണ് കടഞ്ഞതെന്നും അതിൽ നിന്നും ഇപ്രകാരം ഒരാൾ ആവിർഭവിച്ചുവെന്നും മഹാഭാരതത്തിൽ കാണാം. മമന്ധുർ ദക്ഷിണം ജോരും ഋഷയസ്തസ്യ മന്ത്രതഃ തതോസ്യ വികൃതോ ജജ്ഞേ ഹ്രസ്വാംഗ പുരുഷോ ഭുവി. ശാന്തിപർവത്തിൽ അതോസ്യ സവ്യമൂരും തേ മമന്ധുർ ജാതമന്യവഃ തസ്മിൻ നിമധ്യമാനേ വൈ രാജ്ഞ ഊരൗതു ജജ്ഞിവാൻ ഹ്രസ്വോതി മാത്രാ പുരുഷ കൃഷ്ണശ്ചേതി ബഭൂവഃ. ഇത് ബ്രാഹ്മ പുരാണത്തിൽ പറയുന്നുണ്ട്. വാമനം പാത്മം പുരാണങ്ങളിൽ കൈകളാണ് മദനം ചെയ്യപ്പെട്ടതെന്ന് കാണായികയില്ല. അതൊക്കെയാണ് അതിൽ മറ്റുള്ള പുരാണങ്ങളിൽ കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 45-ാമത്തെ ശ്ലോകം. തം തു തേവനതം ദീനം കിം കരോമീതി വാദിനം നിഷീദേത്യബ്രുവം സ്ഥാദാ സ നിഷാദസ്തതോ ഭവത്. തം തു തേവനന്ദം ദീനം കിം കരോമീതി വാദിനം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് അത് ചോദിക്കുന്നത്. നിഷീദത്യബ്രുവം സ്ഥാദാ സ നിഷാദസ്തതോ ഭവത്. അപ്പം അങ്ങനെയുള്ള ആ സ്വരൂപം, ആ പുരുഷൻ ദീനതയോട് കൂടിയിട്ട്, വളരെ ദീനതയോട് കൂടിയിട്ട്, അതുപോലെ നമ്രശിരസ്കനായിട്ട്, തം തുതേവനതം ദീനം കിം കരോമീതി വാദിനം, ഞാൻ എന്ത് ചെയ്യണം, ദീനനായിട്ട് ഞാൻ എന്തു ചെയ്യണം എന്നിങ്ങനെ വാദിനം ചോദിച്ചു. അവനോട് ആ ഋഷിമാരാകട്ടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? തം തേതു നിഷീദന്തം നിഷീദ ഇതി, അവനോട് പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് തതഹ, അതിനാൽ അവൻ, നിഷാദഹ, ആ നിഷാദൻ ആയിട്ട് ഭവിച്ചു. അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. തേതു നിഷീദ എന്ന് പറഞ്ഞപ്പോൾ അവൻ നിഷാദനായി തീർന്നു, കാട്ടാളനായിട്ട് തീർന്ന് അവിടെ ഇരുന്നു. അതിലത്തെ പദങ്ങൾ വന്നിട്ട് ഹേ താത, അലയോ പ്രിയപ്പെട്ട വിതുര, ദീനം, ദീനഭാവത്തോടെ, കിം കരോമി, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്, കിം കരോമി, ഞാൻ എന്തു ചെയ്യണം, ഇതി എന്ന വാദിനം ചോദിക്കുന്ന, തം അവനോട്, തേതു ആ ഋഷിമാരാകട്ടെ, നിഷീദ ഇതി ഇരിക്കൂ എന്ന് അബ്രുവൻ പറഞ്ഞു. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിഷീദേത്യേവം ഊജസ്തു ഋഷയോ ബ്രഹ്മവാദിനഃ. അപ്പോൾ നിഷാദനായിട്ട് തീർന്നു.
ഇരിക്കൂ എന്ന് പറയും. തതഹ അതിനാൽ സ അവൻ നിഷാദൻ ആ നിഷാദൻ അവിടെ അഭവത് ആയിട്ട് അവിടെ ഇരുന്നു എന്ന് പറയും. ഒന്നുകൂടി പറയാം. ഹേ താത അല്ലയോ പ്രിയപ്പെട്ട വിതുര ദീനം ദീനഭാവത്തോടെ കിം കരോമി ഞാൻ എന്തു ചെയ്യണം ഇതി എന്ന് വാദിനം ചോദിക്കുന്ന തം അവനോട് തേതു ആ ഋഷിമാരാകട്ടെ നിഷീദ ഇതി ഇരിക്കൂ എന്ന് അബ്രുവൻ പറഞ്ഞു. തതഹ അതിനാൽ സഹ അവൻ നിഷാദഹ നിഷാദൻ അഭവത് ആയി. എന്നുകൂടി പറയാം. ഹേ താത അല്ലയോ പ്രിയപ്പെട്ട വിതുര ദീനം ദീനഭാവത്തോടെ കിം കരോമി ഞാൻ എന്തു ചെയ്യണം ഇതി എന്ന് വാദിനം ചോദിക്കുന്ന തം അവനോട് തേതു ആ ഋഷിമാരാകട്ടെ നിഷീദ ഇതി ഇരിക്കൂ എന്ന് അബ്രുവൻ പറഞ്ഞു. തതഹ അതിനാൽ സഹ അവൻ നിഷാദഹ നിഷാദൻ അഭവത് ആയി. അതിൽ തന്നെയും വന്നിട്ട് ഹേ താത ദീനം കിം കരോമി ഇതി വാദിനം തം തേതു നിഷീദ ഇതി അബ്രുവൻ തതഹ സഹ നിഷാദഹ അഭവത്. എന്നുകൂടി പറയാം. ഹേ താത ദീനഃ കിം കരോമി ഇതി വാദിനം തം തേതു നിഷീദ ഇതി അബ്രുവൻ തതഹ സഹ നിഷാദഹ അഭവത്. അല്ലയോ പ്രിയപ്പെട്ട വിതുര ദീനഭാവത്തോടു കൂടിയിട്ട് ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്ന അവനോട് ഋഷിമാരാകട്ടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. അതിനാൽ അവൻ നിഷാദനായിട്ട് അവിടെ ഇരുന്നു. ആ പുരുഷൻ ദീനതയോടുകൂടി നമ്രശിരസ്കനായി ഞാൻ എന്തു വേണമെന്ന് ചോദിച്ചു. ഹേ കുട്ടി ഇവിടെ ഇരിക്കൂ എന്ന് ഋഷികൾ പറഞ്ഞു. നിഷീദേത്യേവ മൂജുസ്തമൃഷയോ ബ്രഹ്മവാദിനഃ അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നിഷാദൻ ആണ്, കാട്ടാളനെ പോലെയുള്ള ആളാണ്. അപ്പോൾ ഹേ വിതുര ഈശ്വരലീലയുടെ വിചിത്രത ആർക്കും അറിവാൻ സാധിക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുനികൾ ആ ദീനഭാവത്തിൽ തങ്ങളെ വന്ദിക്കുന്നവനും എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നവനുമായ അവനോട് ഇരിക്കാൻ പറഞ്ഞു. അതോടെ അവൻ നിഷാദനായി തീർന്നു. ഇവിടെ വിതുര ഈശ്വരലീലയുടെ ആ വിചിത്രമായിരിക്കുന്ന വിചിത്രത ആർക്കും അറിയാൻ സാധിക്കുകയില്ല. വേനൻ്റെ ആ ദോഷാംശത്തിൽ നിന്ന് ജനിച്ച ആ വികൃത സ്വരൂപിയായിരിക്കുന്ന അവൻ സ്വരൂപൻ ആ മഹർഷിമാരെ നമസ്കരിച്ചു. പുറമേ കാണിച്ച ആ നമ്രഭാവം ഉള്ളിലുണ്ടായിരുന്നതിനാൽ നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞാൻ എന്തു ചെയ്യണം നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞാൻ എന്തു ചെയ്യണം എന്നവൻ അവരോട് ചോദിച്ചപ്പോൾ നിഷീദ ഇരുന്നു കൊള്ളുക എന്നവർ പറഞ്ഞു. അതിനാൽ അവൻ നിഷാദനായിട്ട് തീർന്നു. കാട്ടാള വംശത്തിൻ്റെ ആദ്യനാണിവൻ. ആദ്യമായിട്ട് കാട്ടാള വംശത്തിലുണ്ടായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. തം കിം കരോമീതി ഞാൻ എന്തു ചെയ്യണം വാദിനം ഇങ്ങനെ ചോദിക്കുന്ന നിഷീദേതി ആ നിഷാദനോട് നിഷീദേതി ജഗതുഹു ആ ഋഷിമാർ പറഞ്ഞു. ഇത്രേ ഇതിൽ പറയുന്നുള്ളൂ. തം കിം കരോമീതി ഇനി ഞാൻ എന്ത് ചെയ്യണം വാദിനം ഇപ്രകാരം വധിക്കുന്ന നിഷീദേതി ആ നിഷാദനോട് ആ ഋഷിമാർ ജഗതുഹു പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് കിം കരോമീതി വാദിനം നിഷീദേതി ജഗതുഹു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തസ്യ അടുത്ത ശ്ലോകം 46-ാമത്തെ ശ്ലോകം. തസ്യ വംശ്യാസ്തു നൈഷാദാ ഗിരികാനന ഗോചരാഃ യേനാഹരജ്ജായമാനോ വേനകൽമഷമുദ്ബണം. തസ്യ വംശയാസ്തു അവൻ്റെ വംശത്തിൽ നിന്നും നൈഷാദോ നിഷാദന്മാർ ഗിരികാനന ഗോചര ഗിരികാനനങ്ങളിൽ കാണപ്പെടുന്ന നിഷാദന്മാരുണ്ടായെന്നർത്ഥം. ഏനാഹരജ്ജായമാനോ ജനിക്കുമ്പോൾ തന്നെ നിഷാദനായിട്ട് കാട്ടാളനായിട്ടാണ് അവനെ സ്വീകരിച്ചിരിക്കുന്നത്. ബലവത് ജാനോ വേന കൽമഷമുൽബണം ആ ബലവത്തായിരിക്കുന്ന ആ വേനൻ്റെ പാപത്തെ സ്വീകരിച്ച് ഉണ്ടായിട്ടുള്ള ആളാണ്.
അപ്പോൾ അയാൾ നിഷാദനായിട്ട് തീർന്നു എന്നർത്ഥം. തസ്യ വംശ്യാസ്തു നൈഷാദ ഗിരികാനന ഗോചര ഏനാഹരജായമാനോ വേന കൽമഷം ഉൽബണം. അപ്പം ഇത് പദങ്ങളെ ജായമാനഹ ജനിക്കുമ്പോൾ തന്നെ, ഉദ്ബണം ബലവത്തായിരിക്കുന്ന വേനകൽമഷം വേനൻ്റെ ആ പാപത്തെ അഹരൽ സ്വീകരിച്ച്, ഏന യാതൊന്നുകൊണ്ട് ഗിരികാനന ഗോചരാഹ കുന്നിലും കാട്ടിലുമൊക്കെ കുടിയേറിപ്പാർത്ത തസ്യ അവൻ്റെ വംശ്യാഹ വംശത്തിലുണ്ടായവർ നൈഷാദാഹ നിഷാദന്മാരായിട്ട് തീർന്നു. എന്നുകൂടി പറയാം. ജായമാനഹ ജനിക്കുമ്പോൾ തന്നെ, ഉദ്ബണം ബലവത്തായിരിക്കുന്ന വേനകൽമഷം വേനിൻ്റെ പാപത്തെ അഹരത് സ്വീകരിച്ചു, ഏന യാതൊന്നുകൊണ്ട് ഗിരികാനന ഗോചര കുന്നുകളിലും കാട്ടിലുമൊക്കെ കുടിപ്പാർത്ത തസ്യ അവൻ്റെ വംശ്യാഹ വംശത്തിലുണ്ടായവർ നൈഷാദന്മാരായിട്ട് തീർന്നു. അപ്പോഴത്തെ അന്വയം വന്നിട്ട് ജായമാനഹ ഉദ്ബണം വേനകൽമഷം അഹരത് യേന ഗിരികാനന ഗോചരാഹ തസ്യ വംശ്യാഹ നൈഷാദാഹ എന്നുകൂടി പറയാം. ജായമാനഹ ഉദ്ബണം വേനകൽമഷം അഹരത് യേന ഗിരികാനന ഗോചരാഹ തസ്യ വംശ്യാഹ നൈഷാദാഹ ജനിക്കുമ്പോൾ തന്നെ ആ ബലവത്തായിരിക്കുന്ന ആ വേനൻ്റെ പാപത്തെ സ്വീകരിച്ച് യാതൊന്നുകൊണ്ട് ആ കുന്നിലും കാട്ടിലും ഒക്കെ കുടിയേറിപ്പാർത്ത അവൻ്റെ ആ വംശത്തിലുണ്ടായവർ നിഷാദന്മാരായിട്ട് തീർന്നു. ആ മനുഷ്യൻ വേനൻ്റെ സർവ്വപാപങ്ങളെയും പ്രതിനിധീകരിക്കുന്നവനായിരുന്നു. അവൻ്റെ വംശം കാട്ടുജാതിക്കാരായിട്ടുള്ള നിഷാദന്മാർ എന്നറിയപ്പെട്ടു. ഇവർ തന്നെ നിഷാദന്മാരും മ്ലേച്ഛന്മാരും ആയിത്തീർന്നുവെന്ന് ഭാരതം. തസ്മാൻ നിഷാദാ സംഭൂതാ ക്രൂരാ ശൈലവനാശ്രയാ യേ ജാന്യേ വിന്ധ്യനിലയാ മ്ലേച്ഛാ ശതസഹസ്രശഃ ശാന്തിപർവ്വതത്തിൽ കാണുന്നുണ്ട്. ഇത് പുരാണപ്രസിദ്ധമായിട്ടുള്ളതാണ്. വേനചരിത്രം, പൃഥുചരിത്രം, സർവ്വപുരാണങ്ങളിലും ഈ രണ്ട് ചരിത്രങ്ങളും കാണാൻ സാധിക്കും. കഥാഗതിയിൽ അല്പാൽപ്പം വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അഷ്ടാദശ പുരാണത്തിൽ നിന്നും ഉദ്ധരിക്കുക സാധ്യമല്ല. ആകയാൽ സ്ഥാലീപുലാകന്യായത്തെ അവലംബിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാഹുകൻ ജന്മം കൊണ്ട് തന്നെ വേനൻ്റെ ആ സർവ്വ പാപങ്ങളും സ്വീകരിച്ചു. അതിനാൽ അവൻ്റെ വംശത്തിൽ പിറന്നവർ പർവ്വതത്തിലും കാടുകളിലും സഞ്ചരിക്കുന്ന പാപജാതികളായിത്തീർന്നു. അവരെ നിഷാദന്മാർ എന്ന് വിളിച്ചു. പർവ്വതങ്ങളിലും കാടുകളിലും ഇപ്പോഴും അവൻ്റെ വംശക്കാർ വസിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ വേനൻ്റെ കഠോരമായിരിക്കുന്ന പാപത്തിൻ്റെ സ്വരൂപഭൂതൻ ആയതുകൊണ്ട് അവൻ്റെ സന്തതികൾ ഇപ്പോഴും പർവ്വതാദി സ്ഥലങ്ങളിൽ വസിച്ചു വരുന്നു. ഈ ജാതിയിൽ ഉൾപ്പെട്ടവരെ ഇപ്പോൾ കാട്ടാളന്മാരെന്ന് പറയുന്നു. ആയതുകൊണ്ട് ഇവരെ അന്നുള്ള മഹാന്മാർ അകറ്റി നിർത്തിയത് പരമ്പരയാ അത് നിലക്കൊണ്ടിരുന്നു എന്ന് കരുതണം. അതുകൊണ്ടാണ് അവരെ നിഷാദന്മാരെന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തസ്യാഹ വംശ്യാഹ അവൻ്റെ വംശത്തെ ഗിരികാനനാശ്രയാഹ ഗിരികാനനങ്ങൾ ആശ്രയിച്ചിരുന്നു നിഷാദന്മാരായിട്ട് അവർ തീർന്നു. തസ്യാഹ വംശ്യാഹ ഗിരികാനനാശ്രയാഹ നൈഷാദാഹ ജാതാഹ അവരുടെ ആ വംശങ്ങൾ ഗിരികാനനങ്ങളെ ആശ്രയിച്ച് ഇങ്ങനെ പാപകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേനൻ്റെ സ്വരൂപത്തിൽ താമസിച്ചിരുന്നതിനാൽ അവർ നിഷാദന്മാർ കാട്ടിൽ വസിക്കുന്നവർ എന്നുള്ള പേര് അവർക്ക് ലഭിച്ചു. കാട്ടാളന്മാർ എന്നുള്ള പേര് ലഭിച്ചു. ഇത്രയും പറഞ്ഞിട്ട് 46 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ ഭാഗവത ചതുർത്ഥ സ്കന്ധത്തിലെ ചതുർദശോധ്യായം ഇവിടെ വേനൻ്റെ ചരിതം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുചരിതേ നിഷാദോൽപത്തിർനാമ ചതുർദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സത്യം പരം ധീമഹി ശ്രീരാധാകൃഷ്ണാഭ്യാം നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ കൂടിയിട്ട് ഈ 14-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി 15-ാമത്തെ അധ്യായം അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.